ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇന്ന് നമുക്ക് എടുക്കാനുള്ളത് റോ എഷ്ലോൺ ഫോം. ഒരു മെട്രിക്സിനെ റോ എഷ്ലോൺ ഫോമിലോട്ട് മാറ്റിയ ശേഷം എങ്ങനെ അതിൻ്റെ റാങ്ക് കണ്ടെത്താം എന്നുള്ളൊരു സെക്ഷനാണ്. അപ്പം റോ എഷ്ലോൺ ഫോം എന്ന് പറയുന്നത് നോർമലി നമുക്കൊരു മെട്രിക്സ് തരും. ഇപ്പോൾ ഒരു 2, 3, 4, 5 ഒരു ഓർഡർ 2 വരുന്നൊരു മെട്രിക്സാണിത്. ഇതിൻ്റെ റോ എഷ്ലോൺ ഫോം എന്ന് പറയുമ്പം ആ ഒരു മെട്രിക്സിൻ്റെ ഫസ്റ്റ് റോയിലുള്ള ആദ്യത്തെ എലമെൻറ്റ് 1 ആവണം. അപ്പോൾ ഫസ്റ്റ് എലമെൻറ്റ് 1 ആയി. ബാക്കി എലമെൻറ്റ് എന്തോ ആയിക്കോട്ടെ, അത് നമുക്ക് പ്രശ്നമല്ല. 3ഓ 2ഓ എന്തോ ആയിക്കോട്ടെ, ഫസ്റ്റ് എലമെൻറ്റ് നിർബന്ധമായിട്ടും 1 ആവണം. അങ്ങനെയാണെങ്കിൽ തൊട്ട് താഴത്തെ റോയിൽ 1ന് കറസ്പോണ്ടിങ് താഴെയുള്ള എലമെൻ്റ് എന്ന് പറയുന്നത് നിർബന്ധമായിട്ടും 0 ആവണം. 1ന് താഴെയുള്ള എലമെൻറ്റ് 0 ആവണം. ഇനി സെക്കൻഡ് റോ സ്റ്റാർട്ട് ചെയ്യുന്നതിലുള്ള ആദ്യത്തെ എലമെൻറ്റും എന്തു തന്നെ ആവണം? ഇതും 1 തന്നെ ആവണം. ഇതും 1 ആവണം. ഇത്തരത്തിലൊരു മെട്രിക്സിൻ്റെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് റോ എഷ്ലോൺ ഫോം ഓഫ് ദിസ് മെട്രിക്സ് എന്ന് പറയുന്നത്. ആദ്യത്തെ മെട്രിക്സിൻ്റെ റോ എഷ്ലോൺ ഫോം എന്ന് പറയുന്നത് ഇതാണ്. അതായത് ഫസ്റ്റ് റോ സ്റ്റാർട്ട് ചെയ്യുന്ന എലമെൻറ്റ് 1 ആവണം, സെക്കൻഡ് റോ സ്റ്റാർട്ട് ചെയ്യുന്ന എലമെൻറ്റ് 1 ആവണം. അതായത് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ 0 വരുന്നത് വിഷയമല്ല, പക്ഷെ 0 അല്ലാത്ത ഏത് നമ്പറിലാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അത് നിർബന്ധമായിട്ടും 1 ആവണം. അതേപോലെ ഫസ്റ്റ് റോയിലുള്ള ആദ്യത്തെ എലമെൻറ്റിൻ്റെ താഴെയുള്ള എലമെൻറ്റ്സ് ഒക്കെ 0 ആവണം. അതാണ് കണ്ടീഷൻ. അപ്പോൾ ഒരു ഓർഡർ 3 വരുന്ന ഒരു മെട്രിക്സ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് എലമെൻറ്റ് 1 ആവണം. അങ്ങോട്ടുള്ള എലമെൻറ്റ് ഏതോ ആയിക്കോട്ടെ, അത് വിഷയമല്ല. ഫസ്റ്റ് എലമെൻറ്റ് നിർബന്ധമായിട്ടും 1 ആവണം. ആ 1ന് താഴെ വരുന്ന എലമെൻറ്റ്സും ഓർഡർ 3 ആയതുകൊണ്ട് താഴെ 2 എലമെൻറ്റ്സ് ഉണ്ട്. ആ 2 എലമെൻറ്റ്സും എന്താവണം? 0 ആവണം. ഇനി സെക്കൻഡ് റോ സ്റ്റാർട്ട് ചെയ്യുന്ന എലമെൻറ്റ് ഏതാണോ അത് 1 ആവണം, നിർബന്ധമാണ്. ചിലപ്പോൾ ആ റോ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെയാണെങ്കിൽ ഈ എലമെൻറ്റും 0 ആവണം. സ്റ്റാർട്ടിങ് എലമെൻറ്റ് എന്തായാലും 0 അല്ലാതെ ഉള്ള എലമെൻറ്റ് എന്ന് പറയുന്നത് 1 തന്നെ ആവണം. അപ്പം അത് 1 ആയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയും 0 ആവണം, ഇവിടെയും 0 ആവണം. കാരണം ആ ഒരു റോ കടന്നു പോകൊണ്ടിരിക്കുന്നത് ഈ ഒരു രീതിക്കാവണം. അല്ലെങ്കിൽ നോർമലി നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഫസ്റ്റ് എലമെൻറ്റ് 1 വന്നു കഴിഞ്ഞാൽ ഇവിടെ 1 വന്നാൽ ഇവിടെയും നമുക്ക് 1 വരാം. ഇവിടെ 2, 3 വരാം, 4 വരാം, എന്തോ വരാം. പക്ഷേ ഈ 1ന് മുന്നേ ഉള്ള നമ്പേഴ്സ് 0 വരണം. ഓക്കെ. അപ്പോൾ ഒരിക്കലും ഫസ്റ്റ് എലമെൻറ്റ് 1 വന്നു കഴിഞ്ഞാൽ അതിന് താഴെയുള്ള എലമെൻറ്റ്സ് നിർബന്ധമായിട്ടും 0 ആവണം. അതേപോലെ ഈ എലമെൻറ്റ് 1 വന്നു കഴിഞ്ഞാൽ അതിന് താഴെയുള്ള എലമെൻറ്റ് നിർബന്ധമായിട്ടും 0 വരണം. അപ്പോൾ ലാസ്റ്റ് ഇവിടെ 1 വന്നു കഴിഞ്ഞു. 1 വന്നാൽ അതിന് താഴെ എലമെൻ്റ് ഒന്നുമില്ല. ഓർഡർ 3 വരുന്ന മെട്രിക്സ് ആണ്. ഇനിയിപ്പോൾ നമുക്ക് ഓർഡർ 4 വരുന്നൊരു മെട്രിക്സിൻ്റെ എഷ്ലോൺ ഫോം എന്ന് പറയുന്നത് എന്തായിരിക്കും? ഫസ്റ്റ് എലമെൻറ്റ് 1 വന്നു, 2, 3, 4 നമ്പേഴ്സ് വന്നു. ഇനിയിപ്പോൾ 0, ഇവിടെ 1 വന്നു, 3, 4 വരാം. ദെൻ ഇവിടെ 0 വരണം. കാരണം ഈ 1ന് താഴോട്ടുള്ള 4 എലമെൻറ്റ്സും 0 തന്നെ വരണം. ഈ 1ന് താഴെയുള്ള 2 എലമെൻറ്റ്സും 0 തന്നെ വരണം. ഇനി ഇവിടെ 1 വന്നു കഴിഞ്ഞാൽ ഇവിടെ 5 വരാം. ഈ 1ന് താഴെയുള്ള എലമെൻറ്റ് 0 വരണം. ദെൻ ഇവിടെ 0 വേണമെങ്കിൽ വരാം, അല്ലെങ്കിൽ 1 വേണമെങ്കിൽ 1ഉം വരാം. അത് എന്തായാലും ഇത് റോ എഷ്ലോൺ ഫോമാണ്. മെയിൻലി ഉള്ള കണ്ടീഷൻ സ്റ്റാർട്ടിങ് എലമെൻറ്റ് 1, താഴെയുള്ള എലമെൻറ്റ്സ് ഒക്കെ 0, ദെൻ സെക്കൻഡ് റോയിലുള്ള സ്റ്റാർട്ടിങ് എലമെൻറ്റ് 1. അപ്പോൾ അത് വേണമെങ്കിൽ ഇവിടെ വരാം, അല്ലെങ്കിൽ ഇവിടെയും വരാം. സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെയാണോ അവിടെ 1 വരണം. അപ്പോൾ ഇവിടെ 0 ആണെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാലും അതെന്ത് തന്നെയാണ്? എഷ്ലോൺ ഫോം തന്നെയാണ്. പക്ഷേ ഇവിടെ 1 വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഇവിടെ 1 വരാൻ പാടില്ല. താഴെയുള്ള എലമെൻറ്റ്സ് ഒക്കെ 0 ആവണം. ഓക്കെ. ദെൻ അങ്ങനെയാണെങ്കിൽ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് 1ലാവണം. ഓക്കെ. അത്രയാണ് കണ്ടീഷൻസ് എന്ന് പറയുന്നത്. അതേപോലെ ഈ 1 വരുന്നതിൻ്റെ തൊട്ട് മുന്നേ ഉള്ള എലമെൻറ്റ്സ് ഒക്കെ തന്നെ 0 ആവണം. സ്റ്റാർട്ടിങ് എലമെൻറ്റ് നിർബന്ധമായിട്ടും 0 അല്ലാതെ സ്റ്റാർട്ട് ചെയ്യുന്ന എലമെൻറ്റ് 1 ആവണം. ഓക്കെ. അതാണ് റോ എഷ്ലോൺ ഫോം എന്ന് പറയുന്നത്. അപ്പോൾ ഈ റോ എഷ്ലോൺ ഫോം വെച്ചിട്ട് എങ്ങനെ റാങ്ക് കണ്ടെത്താമെന്നാണ് നോക്കുന്നത്. അപ്പോൾ ആദ്യം ഈ ഒരു ഫോമിലോട്ട് തന്ന ക്വസ്റ്റ്യനെ മാറ്റണമെന്ന് മനസ്സിലാക്കുക. അതിന് റോ ഓപ്പറേഷൻസ് ആണ് നമ്മൾ നടത്താൻ പോകുന്നത്. ഇത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ നോക്കി നോക്കൂ. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന മെട്രിക്സ്. ഇതിന് റോ എഷ്ലോൺ ഫോമിലോട്ട് മാറ്റുക എന്നുള്ളതാണ് നമ്മളെ ഉദ്ദേശം. അപ്പോൾ നോക്കുന്ന സമയത്ത് ഫസ്റ്റ് എലമെൻറ്റ് 1 തന്നെയാണ് ഓൾറെഡി ക്വസ്റ്റ്യനിലുള്ളത്. അപ്പോൾ അവിടെ ഇനി ഒരു മോഡിഫിക്കേഷൻ വരുത്താനില്ല. ഇനി നമ്മൾ മാറ്റേണ്ട കാര്യം എന്താണ്? അതിന് താഴെയുള്ള എലമെൻറ്റ്സ് ഒക്കെ 0 ആവണം.
സോ ഫസ്റ്റ് എലമെൻറ്റ് 1, താഴെയുള്ള എലമെൻറ്റ്സ് ഒക്കെ 0 ആക്കണം. അതിന് എന്ത് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റും എന്നാണ് നോക്കേണ്ടത്. അപ്പോൾ സെക്കൻഡ് റോയിലുള്ള ഫസ്റ്റ് എലമെൻറ്റ് 2 ആണ്. ആ 2നെ നമുക്ക് 0 ആക്കണമെങ്കിൽ 2 - 2 ചെയ്താലല്ലേ 0 ആവുക. പക്ഷേ നമ്മൾ റോ ഓപ്പറേഷനാണ് നടത്തേണ്ടത്. അപ്പോൾ R2 ഇംപ്ലൈസ് R2 - 2 × R1. 2 × R1 എന്ന് പറയുമ്പോൾ 2 × 1 വരും. ദെൻ R2 എന്ന് പറയുന്നത് 2 ആണ്. 2 - 2 × 1 എന്ന് പറയുന്നത് 0 എന്ന് നമുക്ക് കിട്ടും. സോ ആ ഓപ്പറേഷൻ ചെയ്യാം. ആ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ മൊത്തം ഈ റോയ്ക്ക് മുഴുവനായിട്ട് ആ ഓപ്പറേഷൻ ചെയ്യണം. ഒരു എലമെൻറ്റിന് മാത്രം ചെയ്താൽ പോരാ. അപ്പോൾ നമുക്ക് കിട്ടുന്ന റോ ഇങ്ങനെയായിരിക്കും. സോ അതിലുള്ള ഫസ്റ്റ് എലമെൻറ്റ് എന്തായി മാറി? 0 ആയി മാറി. ഇനി തേർഡ് റോയ്ക്ക് നമ്മൾക്ക് -1 ആണുള്ളത്. ആ -1നെ 0 ആക്കണമെന്നുണ്ടെങ്കിൽ -1 പ്ലസ് ഫസ്റ്റ് റോ ചെയ്താൽ പോരെ. അതായത് R3 ഇംപ്ലൈസ് R3 + R1 ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ആ -1 എന്തായി മാറും? 0 ആയി മാറും. സോ ആ എലമെൻറ്റ് മാത്രം ചെയ്താൽ പോരാ, മൊത്തം റോയ്ക്ക് മോഡിഫിക്കേഷൻ വരുത്തിയാൽ നമുക്കിങ്ങനെ കിട്ടും. അപ്പം എന്തായി മാറി? ഫസ്റ്റ് എലമെൻറ്റ് 1 ആയി, അതിന് താഴെയുള്ള എലമെൻറ്റ്സ് ഒക്കെ 0യും ആയി. അപ്പോൾ അത്രയും സംഭവിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം എന്താണ്? അപ്പം നമ്മൾ ഓപ്പറേഷൻ ചെയ്ത സമയത്ത് ഇവിടെ 0 ആയി മാറി. അവിടെ 0 ആയി മാറിയിട്ട് ഒന്നും നോക്കണ്ട, അതിൻ്റെ അടുത്ത എലമെൻറ്റ് 1 ആക്കിയാൽ മതി. സോ എഷ്ലോൺ ഫോം എന്ന് പറയുന്നത് അങ്ങനെയാണ്. സെക്കൻഡ് റോ സ്റ്റാർട്ട് ചെയ്യുന്ന എലമെൻറ്റ് 0 അല്ലാതെ സ്റ്റാർട്ട് ചെയ്യുന്ന എലമെൻറ്റ് 1 ആവണം. അപ്പോൾ 0 0 കഴിഞ്ഞാൽ പിന്നെയുള്ള എലമെൻറ്റ് 5 ആണ്. ആ 5നെ 1 ആക്കണം. ആ 5നെ 1 ആക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ആലോചിക്കാം. 5നെ 1 ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? 5 ഡിവൈഡഡ് ബൈ 5 ചെയ്താൽ പോരെ. അതായത് സെക്കൻഡ് റോയിനെ സെക്കൻഡ് റോ ബൈ 5 ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനെ 1 ആക്കാം. സോ അവിടെ ചെയ്യുന്ന സമയത്ത് -3/5 ചെയ്യണം. ആ റോയ്ക്ക് മൊത്തം നമ്മൾ ആ ഓപ്പറേഷൻ ചെയ്യണം. ആദ്യത്തെ രണ്ടിലും ചെയ്ത് കഴിഞ്ഞാൽ 0/5 എന്ന് പറഞ്ഞാൽ 0 തന്നെ, 0/5 എന്ന് പറഞ്ഞാൽ 0 തന്നെ വരും. സോ നമ്മൾ എന്ത് ചെയ്തു? ഫസ്റ്റ് എലമെൻറ്റ് 1 ആക്കി, അതിന് താഴെയുള്ള എലമെൻറ്റ്സ് ഒക്കെ 0 ആക്കി. ദെൻ സെക്കൻഡ് റോയിലുള്ള ഫസ്റ്റ് എലമെൻറ്റും 1 ആക്കി. അങ്ങനെയാണെങ്കിൽ അതിന് താഴെയുള്ള എലമെൻറ്റ് എന്താക്കണം? 0 ആക്കണം. സോ അടുത്തത് 5നെ 0 ആക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. 5നെ 0 ആക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഓപ്പറേഷൻ എന്താണെന്ന് നോക്കി നോക്കൂ. R3 ഇംപ്ലൈസ് R3 - 5 × R2. അപ്പോൾ എന്ത് വരും? 5 - 5 × 1 ദാറ്റ് ഈസ് 0 എന്ന് കിട്ടുമല്ലോ. അപ്പോൾ അതേപോലെ ഈ എലമെൻറ്റിനും ആ ഓപ്പറേഷൻ ചെയ്യുക. കാരണം ആ റോയ്ക്ക് മുഴുവൻ ആ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ നമുക്ക് മുഴുവനായിട്ട് 0 എന്നാണ് വരുന്നത്. അപ്പം ഇതെന്തായി മാറി? റോ എഷ്ലോൺ ഫോം ആയില്ലേ. റോ എഷ്ലോൺ ഫോം എന്ന് പറയുന്നത് ആ മാട്രിക്സിൻ്റെ ഫസ്റ്റ് എലമെൻറ്റ് 1 ആവണം, അതിന് താഴെയുള്ള എലമെൻറ്റ്സ് ഒക്കെ 0 ആവണം. സെക്കൻഡ് റോ സ്റ്റാർട്ട് ചെയ്യുന്നതിലുള്ള എലമെൻറ്റ് 1 ആവണം. 0 അല്ലാതെയുള്ള എലമെൻറ്റ് 1 ആവണം. ദെൻ ആ റോയ്ക്ക് താഴെയുള്ള എലമെൻറ്റ് 1ന് താഴെയുള്ള എലമെൻറ്റ് 0 ആവണം. പിന്നെ ലാസ്റ്റ് റോ മൊത്തം 0 ആയതുകൊണ്ട് പിന്നെ പ്രശ്നമൊന്നുമില്ല. മൊത്തം 0 ആണെങ്കിൽ നമ്മളത് നോക്കേണ്ട ആവശ്യമില്ല. സോ 0 അല്ലെങ്കിൽ ഇവിടുത്തെ എലമെൻറ്റ് 1 ആക്കണമായിരുന്നു. പക്ഷേ ഇവിടെ 0 ആയതുകൊണ്ട് അത് നമ്മൾ നോക്കണ്ട. അപ്പോൾ ഇത് എഷ്ലോൺ ഫോമിലായി മാറിക്കഴിഞ്ഞു. ഇനി നമുക്ക് റാങ്ക് നോക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത്, ഇതിനകത്ത് സീറോസ് അല്ലാത്ത നോൺ സീറോസ് ആയിട്ടുള്ള എത്ര റോസ് ഉണ്ട് ഇങ്ങനെ എഷ്ലോൺ ഫോമിലോട്ട് മാറ്റിയിട്ട്. അപ്പോൾ നോക്കുക, ലാസ്റ്റ് റോ മുഴുവൻ 0 ആണ്. അപ്പോൾ മുഴുവൻ 0 അല്ലാത്ത എത്ര റോസ് ഉണ്ട്, ആ റോസിൻ്റെ എണ്ണമാണ് ആ മെട്രിക്സിൻ്റെ റാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 0 അല്ലാത്ത 2 റോസ് ഉണ്ട്, മുഴുവൻ 0 അല്ലാത്ത 2 റോസ് ഉണ്ട്. സോ നമ്മളെ റാങ്ക് എന്ന് പറയുന്നത് എന്തായിരിക്കും? 2 ആയിരിക്കും. സോ അങ്ങനെ നോൺ സീറോ റോസിൻ്റെ എണ്ണത്തിനെയാണ് നമ്മൾ റാങ്ക് എന്ന് പറയുന്നത്. അതേപോലെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കി നോക്കൂ. ഈ മെട്രിക്സിൻ്റെ എഷ്ലോൺ ഫോമിലോട്ട് മാറ്റിയിട്ട് റാങ്ക് കാണാനാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്പുകൾ എന്തായിരിക്കും? ഫസ്റ്റ് എലമെൻറ്റ് ഓൾറെഡി 1 ആണ്, സോ ഒന്നും ചെയ്യണ്ട. ദെൻ അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം? ബാക്കിയുള്ള 3 എലമെൻറ്റ്സിനെയും 0 ആക്കണം. 1ന് താഴെയുള്ള 3 എലമെൻറ്റ്സും 0 ആവണം. അതിന് വേണ്ടി എന്ത് ഓപ്പറേഷനാണ് ചെയ്യുന്നത് നോക്കി നോക്കൂ. സെക്കൻഡ് റോയ്ക്ക് എന്ത് ചെയ്താൽ മതി? 2 ആണുള്ളത്. സോ R2 ഇംപ്ലൈസ് R2 - 2 × R1 ചെയ്താൽ പോരെ. അപ്പോൾ 2 - 2 × 1 എന്ന് പറയുമ്പോൾ 0 ആയി കിട്ടില്ലേ. അത് ചെയ്യുന്ന സമയത്ത് മുഴുവൻ റോയ്ക്കും ചെയ്യണം. പക്ഷെ നമ്മളെയും ആ 2നെ 0 ആക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് അത് വെച്ചിട്ടാണ് നമ്മൾ ആ ഓപ്പറേഷൻ എഴുതുന്നത്. അതിനൊപ്പം തന്നെ ബാക്കി എലമെൻറ്റ്സിനും മാറ്റം വരുമെന്ന് മനസ്സിലാക്കുക. ദെൻ ഇനി R3യിലുള്ള എലമെൻ്റ് എന്ന് പറയുന്നത് -5 ആണ്. -5നെ 0 ആക്കണം എന്നുണ്ടെങ്കിൽ
R3 ഇംപ്ലൈസ് കൊടുക്കാൻ കാരണം R3ക്കാണ് മാറ്റം വരുന്നത്. സോ എന്ത് മാറ്റമാണ് വരുന്നതെന്നാണ് ഇംപ്ലൈസ് കഴിഞ്ഞിട്ട് നമ്മൾ കൊടുക്കുന്നത്. അപ്പം R3 -5 ആണ്. -5 + 5 ചെയ്താലല്ലേ അത് 0 ആവുക. അപ്പോൾ R3 + 5 × R1 ചെയ്താൽ നമുക്കവിടെ 0 ആവും. ഇനി അതേപോലെ R4ന് എന്ത് മാറ്റം വരുത്തിയാൽ മതി? R4 ഇംപ്ലൈസ് R4 -3 × R1 ചെയ്താൽ പോരെ. കാരണം 3 - 3 ചെയ്താലല്ലേ അവിടെ 0 ആവുക. സോ ആ ഓപ്പറേഷൻ ചെയ്തിട്ട് നമുക്ക് എന്ത് വരുന്നു? ഈ എലമെൻറ്റ്സ് ഒക്കെ 0 ആയി കിട്ടുന്നു. ആ ഓപ്പറേഷനാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, സോ അത് 0 ആയി കഴിഞ്ഞാൽ ഇനി നമ്മൾ ഉദ്ദേശം എന്ന് പറയുന്നത് എന്താ? സെക്കൻഡ് റോ നോക്കുക. സെക്കൻഡ് റോയിലുള്ള ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റ് എന്താവണം? 1 ആവണം. ഇതാണ് നമ്മളെ ഉദ്ദേശം. അത് 1 ആക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? -3 ആണുള്ളത്. ഡിവൈഡഡ് ബൈ -3 ചെയ്താൽ അത് 1 ആവില്ലേ? അപ്പോൾ അടുത്ത നമ്മൾ ഉദ്ദേശം എന്ന് പറയുന്നത് R2 ഇംപ്ലൈസ് R2/-3 ചെയ്യുമ്പോൾ ആ -3 എന്താവും? 1 ആവും. അതോടൊപ്പം തന്നെ മുഴുവൻ എലമെൻറ്റ്സിനും മാറ്റം വരുത്തണം. ആ റോയിലെ വെറും ആ എലമെൻറ്റിന് മാത്രം ചെയ്താൽ പോരാ. സോ മുഴുവൻ എലമെൻറ്റിനും മാറ്റം വരുത്തി. അത് 1 ആയിക്കഴിഞ്ഞാൽ ഇനി നമ്മൾ എയിം എന്താണ്? 1ന് താഴെയുള്ള എലമെൻറ്റ്സ് ഒക്കെ 0 ആവണം. അപ്പം 9ഉം 0 ആവണം, -4ഉം 0 ആവണം. അപ്പോൾ ഇവിടെ 9 ആണുള്ളത്. ആ 9 0 ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി? R3 ഇംപ്ലൈസ് R3 - 9 × R2 ചെയ്താൽ പോരെ. അപ്പോൾ എന്ത് സംഭവിക്കും? നിങ്ങൾ ആ ഓപ്പറേഷൻ ചെയ്യാൻ കാരണം നിങ്ങൾ നോക്കുക, ആ 9ന് മുന്നേ ഉള്ള ആ 0ക്കൊന്നും ഒരു മാറ്റവും വരാൻ പാടില്ല. അത് വരാത്ത രീതിക്ക് വേണം നമ്മൾ ഓപ്പറേഷൻ ചെയ്യാൻ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തുകൊണ്ട് ഞാൻ R3 - 9 × R1 ചെയ്യുന്നില്ല എന്ന്. പക്ഷെ അങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്ത് വരും? ഇവിടുത്തെ ഈ 0ൻ്റെ സ്ഥാനത്ത് എന്ത് വരും? 0 - 9 × 1 -9 തന്നെ ഇവിടെ വന്നു പോകും. അപ്പോൾ ഇവിടെ 0 തന്നെ വേണം നമുക്ക്. അതുകൊണ്ടാണ് നമ്മൾ R2 ചൂസ് ചെയ്യാൻ കാരണം. R2 ചൂസ് ചെയ്യുമ്പം പ്രശ്നമില്ല, കാരണം അവിടെ ഫസ്റ്റ് എലമെൻ്റ് തന്നെ 0 ആണ്. അപ്പോൾ 0 - 9 × 0 ചെയ്ത് കഴിഞ്ഞാലും ഇവിടെ 0 തന്നെയാണ് വരിക. ഓക്കെ, ക്ലിയർ ആയില്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് കേട്ട് നോക്കണേ. സോ അവിടെ നമുക്ക് R3 - 9 × R2 ചെയ്യുമ്പോൾ അത് 0 ആവും. ഇനി -4ന് 0 ആക്കാൻ വേണ്ടിയിട്ട് R4 + 4 × R2 ചെയ്താൽ മതി. അങ്ങനെ നമുക്ക് അതും 0 ആയി കഴിഞ്ഞു. പക്ഷേ ആ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ മുഴുവൻ റോക്കും ചെയ്യുന്ന സമയത്ത് തന്നെ ഈ എലമെൻറ്റ്സ് ഒക്കെ 0 ആയി മാറുന്നുണ്ട്. കുഴപ്പമില്ല, 0 ആയി മാറിയാലും നമ്മളെ ഉദ്ദേശം എന്ന് പറയുന്നത് ഫസ്റ്റ് എലമെൻറ്റ് 1 ആവണം, അതിന് താഴെയുള്ള എലമെൻറ്റ്സ് ഒക്കെ 0 ആവണം. സെക്കൻഡ് റോയിലുള്ള ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റ് 1 ആവണം. ദെൻ തേർഡ് റോയിലുള്ള ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റ്, ഇവിടെയുള്ള ഒക്കെ 0 ആണ്. അപ്പോൾ പിന്നെ നോൺ സീറോ എലമെൻറ്റ് അവിടെ ഇല്ല, അതുകൊണ്ട് അതിനെ 1 ആക്കേണ്ട ആവശ്യമില്ല. ലാസ്റ്റ് റോയിലും മുഴുവൻ എലമെൻറ്റ്സും 0 ആണ്. സോ നോൺ സീറോ എലമെൻറ്റ് ഒന്നും തന്നെ അവിടെ ഇല്ലാത്തതുകൊണ്ട് അവിടെ ഒന്നിനെയും 1 ആക്കേണ്ട ആവശ്യമില്ല. നോൺ സീറോ എലമെൻറ്റ് ഉണ്ടെങ്കിൽ ആ റോയിലുള്ളത് അത് സ്റ്റാർട്ടിങ് എലമെൻറ്റ് 1 ആവണം. അപ്പോൾ ഇവിടെ നോൺ സീറോ റോസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? സീറോസ് അല്ലാത്ത, മുഴുവൻ സീറോസ് അല്ലാത്ത 2 റോസ് മാത്രമാണ് ഇങ്ങനെ എഷ്ലോൺ ഫോമിലോട്ട് മാറ്റുമ്പോൾ ഉള്ളത്. അപ്പോൾ ഇവിടെയും റാങ്ക് എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും? 2 തന്നെ ആയിരിക്കും. സോ അങ്ങനെയാണ് നമ്മൾ റാങ്ക് കാണുന്നത്. ദെൻ 2 ക്വസ്റ്റ്യൻസ് ഉണ്ട് റാങ്ക് കാണാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് മെട്രിക്സ് നോക്കുക. ഫസ്റ്റ് എലമെൻറ്റ് 1 ആണ്. സോ അതിനൊന്നും മാറ്റം വരുത്താനില്ല. ഇനി ആ 1ന് താഴെയുള്ള എലമെൻറ്റ് 2 ആണ്. ആ 2വിനെ നമുക്ക് 0 ആക്കിയാൽ മതി. 0 ആക്കുന്ന സമയത്ത് നമുക്ക് എങ്ങനെ ചെയ്താൽ മതി? R2 - 2 × R1 ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഫസ്റ്റ് എലമെൻറ്റിൻ്റെ താഴെയുള്ള എലമെൻറ്റ് 0 ആവുന്നുണ്ട്. അതേപോലെ തന്നെ സെക്കൻഡ് റോയിലുള്ള സ്റ്റാർട്ടിങ് എലമെൻറ്റ് 1 ആയി കിട്ടുന്നുണ്ട്. ഒരൊറ്റ ഓപ്പറേഷനിലൂടെ തന്നെ അങ്ങനെ ആവുന്നുണ്ട്. സോ ഇത് എഷ്ലോൺ ഫോമായി മാറി. അപ്പം ഇനി ഇതിനകത്തുള്ള നോൺ സീറോ റോസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 2 ആയതുകൊണ്ട് തന്നെ ഇവിടെ ഈ മെട്രിക്സിൻ്റെ റാങ്ക് എന്താണ്? 2 ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ ഓൾറെഡി ഫസ്റ്റ് എലമെൻറ്റ് 1 ആണ്. ഇപ്പോൾ സപ്പോസ് അത് 1 അല്ല 2 ആയിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? R1 ഇംപ്ലൈസ് R1/2 ചെയ്താൽ മതി. അപ്പോൾ 2/2 ചെയ്യുമ്പോൾ അത് 1 ആയി കിട്ടും. അപ്പോൾ ഇവിടെ 1 ആയതുകൊണ്ട് നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. സോ ആ എലമെൻറ്റ് 1 ആണ്. അപ്പം ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? ആ 1ന് താഴെയുള്ള എലമെൻറ്റ്സിനെ 0 ആക്കിയാൽ മതി. അതിന് വേണ്ടിയിട്ട് R2 - R1 ചെയ്യുക, R3 - R1 ചെയ്യുക. അപ്പോൾ രണ്ടും 0 ആയി കിട്ടി. ഇനി നമുക്ക് സെക്കൻഡ് റോ സ്റ്റാർട്ട് ചെയ്യുന്ന എലമെൻറ്റ് 1 ആവണം. അവിടെ -1 ആണുള്ളത്. -1 ചെയ്ത് കഴിഞ്ഞാൽ അത് 1 ആവില്ലേ? അപ്പം ഇൻറ്റു അല്ല, R2 ഇംപ്ലൈസ് R2/-1 ആണ്. മൾട്ടിപ്ലിക്കേഷൻ അധികവും മെട്രിക്സിലില്ല. ഓക്കെ, സോ
R2/-1 ചെയ്യാം. സോ അത് 1 ആയി മാറും. ദെൻ ആ 1 ആയി കഴിഞ്ഞാൽ അതിന് താഴെയുള്ള എലമെൻറ്റ് 0 ആക്കണം. അപ്പോൾ ആ താഴെയുള്ള എലമെൻറ്റ് എന്ന് പറയുന്നത് 3 ആണ്. അതിനെ 0 ആക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? R3 - 3 × R2 ചെയ്താൽ മതി. R2ൻ്റെ എലമെൻറ്റ് 1 ആയല്ലോ. സോ 3 - 3 × 1 എന്ന് പറയുമ്പോൾ അത് 0 ആയി മാറും. ഇത് അടുത്ത സ്റ്റെപ്പിൽ ചെയ്താലും മതി ഈ ഓപ്പറേഷൻ. ആദ്യത്തെ സ്റ്റെപ്പിൽ R2/-R1 ചെയ്യാം, R2/-1 ചെയ്യാം. ദെൻ അടുത്ത സ്റ്റെപ്പിൽ വേണമെങ്കിൽ R3 × R3 - 3 × R2 ചെയ്യാം. ദെൻ ലാസ്റ്റ് നമുക്ക് എന്ത് വരണം? തേർഡ് റോയിലുള്ള ഫസ്റ്റ് എലമെൻറ്റ് നോൺ സീറോ എലമെൻറ്റ് 9 1 ആവണം. ബൈ 9 ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? 1 ആയി മാറും. ഇപ്പോൾ ഇത് എഷ്ലോൺ ഫോമിലായി മാറി. ഇവിടെ നോൺ സീറോ, അതായത് മുഴുവനും സീറോസ് അല്ലാത്ത എത്ര റോസ് ഉണ്ട്? ആദ്യത്തെ എലമെൻറ്റിൽ മുഴുവൻ 0 അല്ല. രണ്ടാമത്തെ റോയിലും മുഴുവൻ എലമെൻറ്റും 0 അല്ല. മൂന്നാമത്തെ റോയിലും മുഴുവൻ എലമെൻറ്റും 0 അല്ല. അപ്പോൾ മുഴുവൻ എലമെൻറ്റും 0 അല്ലാത്ത 3 റോസ് ഉണ്ട്. സോ ഇവിടുത്തെ റാങ്ക് എന്ന് പറയുന്നത് എന്തായിരിക്കും? 3 ആയിരിക്കും. സോ അങ്ങനെയാണ് നമ്മൾ ഒരു മെട്രിക്സിൻ്റെ റാങ്ക് കണ്ടെത്തുക യൂസിങ് റോ എഷ്ലോൺ ഫോം. അങ്ങനെ മെട്രിക്സിൻ്റെ റാങ്ക് കാണാമെന്ന് വെച്ചാൽ 2 വഴികൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആദ്യത്തെ വഴികൾ ഓർത്തു നോക്കുക എങ്ങനെയായിരുന്നു എന്നുള്ളത്, ഡിറ്റർമിനൻ്റ് വെച്ചിട്ട്. അപ്പം ഇപ്പോൾ രണ്ടാമത്തെ വഴിയാണ് നമ്മൾ പഠിച്ചത്, എഷ്ലോൺ ഫോം ഉപയോഗിച്ചിട്ട്. എക്സാമിന് അങ്ങനെ എടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഏതാണോ എളുപ്പം അത് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. സോ ഇനിയിപ്പോൾ യൂസിങ് എഷ്ലോൺ ഫോം എന്ന് എടുത്ത് പറയുകയാണെങ്കിൽ ഈ മെത്തേഡ് തന്നെ അപ്ലൈ ചെയ്യുക. എന്നിട്ട് റാങ്ക് കണ്ടെത്തുക. റാങ്ക് കാണുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാറുണ്ട് എക്സാമിന്. then അടുത്തൊരു നോട്ടാണ്. ആ നോട്ട് മനസ്സിലാക്കുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞു തരാം, എക്സാമ്പിൾ വെച്ചിട്ട് കാര്യം ക്ലിയർ ആക്കി തരാം. അപ്പം കുറച്ച് വെക്റ്റേഴ്സ് തരും, അത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണോ ഡിപ്പെൻഡൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാനായിരിക്കും നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ തന്നമാതിരി ഇങ്ങനെ കുറച്ച് വെക്റ്റേഴ്സ് തരും. ഇതേപോലെ കുറച്ച് വെക്റ്റേഴ്സ് തരും, U1 U2 U3 U4 എന്ന്. ഇത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണോ ഡിപ്പെൻഡൻ്റ് ആണോ നോക്കാനാണ് ചോദ്യം വരിക. ആ സമയത്ത് നമ്മൾ അതിന് എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഒരു മെട്രിക്സിനകത്ത് എഴുതുക. മെട്രിക്സിനകത്ത് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് വെക്റ്ററിന് ഫസ്റ്റ് റോയിൽ എഴുതുക, സെക്കൻഡ് വെക്റ്ററിന് സെക്കൻഡ് റോയിൽ എഴുതുക, തേർഡ് വെക്റ്ററിന് തേർഡ് റോയിൽ എഴുതുക, ഫോർത്ത് വെക്റ്ററിന് ഫോർത്ത് റോയിൽ എഴുതുക. എത്രണ്ണാണോ തരുന്നത് അതിന് അതേപോലെ എഴുതുക. ഇനി നമ്മൾ ചെയ്യാന്ന് വെച്ചാൽ ഇതിനെ എഷ്ലോൺ ഫോമിലോട്ട് മാറ്റുക. എഷ്ലോൺ ഫോം എന്ന് പറയുന്നത് അറിയാലോ, ഫസ്റ്റ് എലമെൻറ്റ് 1, താഴെയുള്ള എലമെൻറ്റ്സ് ഒക്കെ 0. ദെൻ സെക്കൻഡ് റോ സ്റ്റാർട്ട് ചെയ്യുന്ന നോൺ സീറോ എലമെൻറ്റ് 1, അതിന് താഴെയുള്ളതൊക്കെ 0. ദെൻ എന്താണ് തേർഡ് റോ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ 1 ഉണ്ടെങ്കിൽ അതിന് താഴെയുള്ളതൊക്കെ 0, അങ്ങനെ ചെയ്തു പോവാം. ആ എഷ്ലോൺ ഫോമിലോട്ട് മാറ്റിയ ശേഷം നമ്മൾ നോക്കേണ്ടത് ഇതിൻ്റെ റാങ്ക് എത്രയാണെന്ന് ആദ്യം നോക്കുക. അപ്പോൾ റാങ്ക് കണ്ടെത്തുക. അതേപോലെ ഈ മെട്രിക്സിൻ്റെ റോസിൻ്റെ എണ്ണം നോക്കുക. ക്വസ്റ്റ്യൻ അകത്തുനിന്ന് റോസിൻ്റെ എണ്ണം നോക്കുക. ആ മെട്രിക്സിന് എത്ര റോസ് ഉണ്ട്? അപ്പം 4 റോസ് ഇതിന് മൊത്തം ഉണ്ട് അല്ലേ? ഇതിന് മൊത്തം 4 റോസ് ഉണ്ട്. അതേപോലെ ഇതിൻ്റെ റാങ്ക് എന്ന് പറയുന്നത് ഇപ്പോൾ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ നമുക്ക് കിട്ടി 2 ആണെന്ന് നമുക്ക് കിട്ടി അല്ലേ? ഈ റാങ്ക് എന്ന് പറയുന്നത് റോസിൻ്റെ എണ്ണത്തിനേക്കാളും കുറവാണെങ്കിൽ, ഈ റാങ്ക് എന്ന് പറയുന്നത് റോസിൻ്റെ എണ്ണത്തിനേക്കാളും കുറവാണെങ്കിൽ നമുക്ക് പറയാം ഇത് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണ്. ഇനിയിപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ, റോസിൻ്റെ എണ്ണവും റാങ്കും ഈക്വൽ ആണെങ്കിൽ നമുക്ക് പറയാം ഇത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. അങ്ങനെയാണ് ഡിപ്പെൻഡൻ്റ് ആണോ ഇൻഡിപെൻഡൻ്റ് ആണോ നോക്കുക. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നിങ്ങൾ നോക്കി നോക്കൂ, ഇവിടുത്തെ റാങ്ക് എന്ന് പറയുന്ന എഷ്ലോൺ ഫോമിലോട്ട് മാറ്റി. നോൺ സീറോ റോസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 3 എണ്ണമല്ലേ? മൊത്തം 0 അല്ലാത്ത റോസ് എന്ന് പറയുന്നത് 3 ആണ്. സോ റാങ്ക് 3 ആണ്. അതേപോലെ ഈ മെട്രിക്സിന് എത്ര റോസ് ഉണ്ട്? 1 2 3 റോസ് ഉണ്ട്. സോ റാങ്ക് ഈക്വൽ ടു നമ്പർ ഓഫ് റോസ് അല്ലേ? അപ്പോൾ അതെന്തായിരിക്കും? ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. അങ്ങനെയാണ് ഇൻഡിപെൻഡൻ്റ് ആണോ ഡിപ്പെൻഡൻ്റ് ആണോ നമ്മൾ നോക്കുന്നത്. ഓക്കെ, റാങ്കും കാണുക, റോസിൻ്റെ എണ്ണവും നോക്കുക. റോസിൻ്റെ എണ്ണം റാങ്കിന് ഈക്വൽ ആണെങ്കിൽ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്, ഈക്വൽ അല്ലെങ്കിൽ അത് ലീനിയർലി ഡിപ്പെൻഡൻറ്റ്. അപ്പം ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ നോക്കുക. എന്നതിന് ശേഷം ആ നോട്ട് വായിച്ച് നോക്കി നോക്കൂ, കാര്യം ക്ലിയർ ആയിരിക്കും. അപ്പം ആദ്യത്തെ ക്വസ്റ്റ്യനിൽ തന്ന വെക്റ്റേഴ്സിന് എന്ത് ചെയ്യുക? മെട്രിക്സ് ഫോമിലോട്ട് മാറ്റുക. മെട്രിക്സ് ഫോമിലോട്ട് മാറ്റിയ ശേഷം നമ്മൾ എന്ത് ചെയ്യണം? അതിനെ റോ എഷ്ലോൺ ഫോമിലോട്ട് മാറ്റണം. അതായത് ഇപ്പം നമ്മൾ പഠിച്ച പോലെ തന്നെ റോ ഓപ്പറേഷൻസ് ചെയ്തിട്ട് ഫസ്റ്റ് എലമെൻറ്റ് 1, ബാക്കിയുള്ള എലമെൻറ്റ്സ് ഒക്കെ
0, ദെൻ സെക്കൻഡ് റോയിലുള്ള ഫസ്റ്റ് എലമെൻറ്റ് 1, ബാക്കി 0. അങ്ങനെ മാറ്റിയത് നോക്കി നോക്കൂ, ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന്. റോ ഓപ്പറേഷനും തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ റാങ്ക് എന്ന് പറയുന്നത് 2, പക്ഷേ റോസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 4, ഈക്വൽ അല്ലാത്തത് കൊണ്ട് തന്നെ ലീനിയർലി ഡിപ്പെൻഡൻറ്റ്. അതേപോലെ സെക്കൻഡ് ക്വസ്റ്റ്യനിലും ഫസ്റ്റ് എലമെൻറ്റ് തന്നെ 2 ആണ് വന്നിരിക്കുന്നത്. വെക്റ്റേഴ്സ് ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. u1 ഈസ് ഈക്വൽ ടു 2 1 1, അപ്പോൾ അത് ഫസ്റ്റ് റോ എഴുതുക. u2 ഈസ് ഈക്വൽ ടു 0 3 0, സെക്കൻഡ് റോ എഴുതുക. u3 ഈക്വൽ ടു 3 1 2, അത് തേർഡ് റോ എഴുതുക. അതിന് ശേഷം അതിനെ റോ എഷ്ലോൺ ഫോമിലോട്ട് മാറ്റുമ്പോൾ ഫസ്റ്റ് എലമെൻറ്റ് തന്നെ 2 ആണ്. സോ അതിനെ 1 ആക്കാൻ വേണ്ടിയിട്ട് ആദ്യത്തെ എലമെൻറ്റിനെ 1 ആക്കണം. അതിന് r1/2 ചെയ്താൽ മതി. ദെൻ സെക്കൻഡ് റോയിലുള്ള സെക്കൻഡ് റോയിലുള്ള ഫസ്റ്റ് എലമെൻറ്റ് 3 ആണ്. അതിനെ 1 ആക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? r3 മൈനസ് r3/3 ചെയ്താൽ മതി. r2/3 ചെയ്താൽ മതി. അങ്ങനെയാകുമ്പം അത് 1 ആയിക്കോളുമല്ലോ. സോ അങ്ങനെ ചെയ്യുന്നു. ദെൻ r2/3 ഇവിടെ ഇപ്പോൾ ചെയ്തതിൽ സെക്കൻഡ് ഓപ്പറേഷൻ ഇതാണ് ചെയ്തത്. പകരം സെക്കൻഡ് ഓപ്പറേഷൻ ഇത് ചെയ്താലും മതി. ഓക്കെ, ഇത് സെക്കൻഡ് ചെയ്തിട്ട് ഇത് തേർഡ് ചെയ്താലും മതി കേട്ടോ. സോ ഇവിടെ ഇപ്പം തേർഡ് റോയിനെ മാറ്റം വരുത്തിയതാണ്. തേർഡ് റോയിലുള്ള എന്ത് ചെയ്തു? തേർഡ് റോയിലുള്ള ഓപ്പറേഷൻ എന്ന് പറയുന്നത്, കാരണം ഫസ്റ്റ് എലമെൻറ്റ് 1 ആണ്, അതിന് താഴെയുള്ള എലമെൻറ്റ്സ് ഒക്കെ 0 ആക്കണമല്ലോ. അപ്പോൾ ഫസ്റ്റ് എലമെൻറ്റ് 1 ആയിക്കഴിഞ്ഞാൽ അതിന് താഴെയുള്ള 0 ആക്കുക എന്ന് പറയുമ്പം സെക്കൻഡ് റോയിൽ ഓൾറെഡി 0 ആണ്. തേർഡ് റോയിലുള്ള 3നെയും കൂടി 0 ആക്കണം. സോ ആ 3നെ 0 ആക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്താൽ മതി? r3 മൈനസ് 3 ഇൻറ്റു r2 ചെയ്താൽ മതി. അപ്പം അത് ആദ്യം ചെയ്തിട്ട് രണ്ടാമത് നമുക്ക് r2/3 ചെയ്താലും മതി, അല്ലെങ്കിൽ ഇതേപോലെ ചെയ്താലും സെയിം തന്നെയാണ്. ഏതായാലും ഓക്കെയാണ്. സോ അങ്ങനെ വന്നു. ഇനി നമുക്ക് നോക്കേണ്ടത് ഇവിടെയുള്ളത് തേർഡ് റോയിലുള്ള ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റ് -1/2 ആണ്. അതിനെ 1 ആക്കണം. അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി? പ്ലസ് എന്ത് ചെയ്താൽ മതി? r3 + 1/2 ആവുന്ന സമയത്ത് ഇവിടെ 1 ആക്കിയിട്ട് കാര്യമില്ല. കാരണം ഈ 1ന് താഴെയുള്ള -1/2നെ 0 ആക്കണം. ഈ 1/2നെയാണ് 1 ആക്കാൻ പറ്റുമെങ്കിൽ ആക്കേണ്ടത്, ഇല്ലെങ്കിൽ മൊത്തം 0 ആവണം. സോ 1ന് താഴെയുള്ള -1/2 0 ആവണം എനിക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് +1/2 ചെയ്താൽ മതി. അപ്പോൾ ഞാൻ r3 + 1/2 ഇൻറ്റു r2 ആണ് ചെയ്യുന്നത്. അപ്പോൾ അത് -1/2 + 1/2 എന്ന് പറയുന്നത് 0 ആയിക്കോളും. അതേപോലെ ലാസ്റ്റ് റോയിലുള്ള ഫസ്റ്റ് എലമെൻറ്റ് 1/2 ആണ്. അതിനി എനിക്ക് 1 ആക്കണം. അതിന് എന്ത് ചെയ്താൽ മതി? 1/2നെ 1 ആക്കണമെങ്കിൽ 1/2/1/2 ചെയ്താൽ മതി. മൾട്ടിപ്ലിക്കേഷൻ അധികം റോസിൽ അപ്ലൈ ചെയ്യാറില്ല. അപ്പോൾ ശ്രദ്ധിക്കുക, r3 = r3/1/2 എന്ന് എഴുതുക. ആക്ച്വലി ദാറ്റ് ഈസ് ഈക്വൽ ടു × 2 ആണ്, പക്ഷേ /1/2 എഴുതുന്നതാണ് കറക്റ്റ് പ്രൊസീജിയർ. ഓക്കെ, സോ r3/1/2 ചെയ്യുമ്പോൾ 1/2/1/2 1 ആയിക്കോളും. സോ ലാസ്റ്റ് എലമെൻറ്റും 1 ആയി. സോ നോൺ സീറോ റോസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 3 ആണ്. സോ നമ്പർ ഓഫ് റോസ് എന്ന് പറയുന്നത് 3 ആണ്. സോ ഈക്വൽ ആയതുകൊണ്ട് തന്നെ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പോൾ അത്രയാണ് റാങ്ക് കാണുന്നതും ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണോ ഡിപ്പെൻഡൻ്റ് ആണോ നോക്കുന്നതും. ക്ലിയർ ആയിട്ട് പഠിച്ചോളാം. ചോദിക്കാറുണ്ട് ക്വസ്റ്റ്യൻസ്. ഓക്കെ, താങ്ക് യു.